സാർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സി പി എം എങ്ങനെ തോറ്റു എന്നുള്ള അവലോകന യോഗങ്ങളും അതിന് അടിക്കടിയുള്ള ചർച്ചകളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ ഒരു സംശയം സി പി എം എങ്ങനെ ജയിച്ചു, അല്ലെങ്കിൽ ഈ 35 സീറ്റിലേക്ക്, അല്ലെങ്കിൽ മൊത്തത്തിൽ എൽ ഡി എഫിന് 35 സീറ്റെങ്കിലും എങ്ങനെ കിട്ടി എന്നുള്ളതാണ്. അവരുടെ ഒരു 10 വർഷത്തെ ഭരണം വെച്ച് നോക്കിയാൽ ഇതിലും ദയനീയമായ ഒരു തോൽവി ആണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ 35 കിട്ടിയത് തന്നെ മഹാത്ഭുതമായിട്ടാണ് കരുതുന്നത്. അവരത് വലിയൊരു തോൽവിയായിട്ട് കണ്ട് അവലോകനങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും എങ്ങനെ ഇവർക്ക് ഈ 35 കിട്ടി എന്ന രീതിയിൽ ചോദിച്ചാല് എന്താണ് സാറിന്റെ അഭിപ്രായം അതില്? ഒന്ന്, ഏത് പരിസ്ഥിതിയും പ്രതികൂലമായ സാഹചര്യങ്ങളെയും മറികടക്കാൻ പറ്റുന്ന ചില സ്ഥാനാർത്ഥികൾ എല്ലാ പാർട്ടിക്കുണ്ടാവും. അതെ. അപ്പം ഞാൻ ഏറ്റവും ഉദാഹരണം, എല്ലാ ചർച്ചയും ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ കരുനാഗപ്പള്ളി CR മഹേഷാണ്. ഏത് നെഗറ്റീവ് ആസ്പെക്റ്റ് ഉണ്ടെങ്കിലും സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട എന്ന് കരുതപ്പെടുന്ന സാമൂഹികമായും മറ്റു രീതിയിലും ട്രേഡ് യൂണിയൻ അടിസ്ഥാനത്തിലെല്ലാം കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ്. അവിടെ എല്ലാവരും തോക്കുമ്പോഴും മഹേഷ് അവിടെ ജയിച്ചു വരികയാണ്. ഇപ്പുറത്ത് വിഷ്ണുനാഥ് വരെ തോറ്റു, എന്നിട്ട് മഹേഷ് ജയിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് രവീന്ദ്രനാഥ് സാർ മാസ്റ്റർ, സി പി എമ്മിൻ്റെ രവീന്ദ്രനാഥ് മാസ്റ്റർ, വേണമെങ്കിൽ ചീത്തപ്പേര് ഒത്തിരി ഉണ്ടാക്കാൻ വേണമെങ്കിൽ പറഞ്ഞുണ്ടാക്കാം. പക്ഷെ അങ്ങനെപ്പറ്റി ആരും അങ്ങനെ പറഞ്ഞുണ്ടാക്കിയില്ല. കരിമണൽ കർത്തയുടെ സ്വന്തമാണെന്ന് പറയാം, ഏറ്റവും അടുത്ത ബന്ധാണെന്ന് പറയാം. അതൊന്നും ആരും പറയാൻ പോയില്ല. എന്നിട്ട് പോലും രവീന്ദ്രനാഥിന് അവിടെ ജയിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പുറത്ത് പ്രതാപൻ തോക്കുകയും ചെയ്തു. പ്രതാപനെ തോൽപ്പിക്കാൻ പറ്റിയത് സി പി എമ്മിൻ്റെ മിടുക്കല്ല, പ്രതാപനോട് പല കാരണങ്ങളാൽ പലർക്കും പല കാലങ്ങളായി ഉണ്ടായ അതൃപ്തി കുറേ കോൺഗ്രസ്സുകാരെങ്കിലും അല്ലെ UDF വിശ്വാസികളെങ്കിലും പ്രതാപനെതിരായി പ്രയോഗിച്ചു. അതൊരു സത്യമാണ്. കാരണം തൃശ്ശൂർ മുരളിയെ തോൽപ്പിക്കുന്നതിന് കാരണക്കാരൻ പ്രതാപനാണെന്നൊരു പ്രചരണം അല്ലെ വിലയിരുത്തൽ പല കോണുകളിലുണ്ട്. ആ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മുരളിയെ കാലുവാരി എന്നുള്ള ഒരു പേര്, ചീത്തപ്പേര് പ്രതാപൻ്റെ പിടലിക്കിടക്കാണ്. അത് ക്ലീനാക്കാതെ ഇപ്പോൾ കയ്പമംഗലത്തേക്ക് മാറുന്നു എന്നാണ് പറയുന്നത്. അടുത്ത ടേമാകുമ്പോഴത്തേക്ക് കയ്പമംഗലത്തേക്ക് മാറും. അപ്പം ആ പരിസ്ഥിതിയിലാണ് ആർക്ക് വോട്ട് കിട്ടുന്നത്? സി പി എമ്മിൻ്റെ വോട്ട് കിട്ടുകയില്ല. സി പി എം ഗതികെട്ട സി പി എമ്മിന് ബെറ്റർ, ഏറ്റവും മെച്ചം ഉള്ളതിൽ ഭേദം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ജയിച്ച കുറേ സി പി എം സ്ഥാനാർത്ഥികളുണ്ട്. പിന്നെ പോപ്പുലാരിറ്റി കൊണ്ട് ജയിച്ചവരുണ്ട്, കുറേ പേരെങ്കിലും ഉണ്ട് പോപ്പുലാരിറ്റി കൊണ്ട് ജയിച്ച. ഇപ്പം മാമിക്കുട്ടി, അവിടെ തിരുവനന്തപുരത്ത് പാറശാല ഹരീന്ദ്രൻ, അങ്ങനെയുള്ള 3-4 പേര് അവരുടെ മഹേഷിൻ്റെ കാര്യം പറഞ്ഞു, അവിടെ പോപ്പുലാരിറ്റി കൊണ്ട് ജയിച്ചവരുണ്ട്. ഈവൻ ഏറ്റവും ശക്തനായി കരുതേണ്ടിയിരുന്ന പിണറായി വിജയൻ വരെ തോറ്റു ജയിച്ചു എന്ന് പറയാം. ജയിച്ചിട്ടും തോറ്റു, അല്ലെങ്കിൽ തോറ്റിട്ട് ജയിച്ചു. ഈ അവസ്ഥയിലാണ് പിണറായി വിജയൻ. അവിടെ സി പി എം യഥാർത്ഥത്തിൽ തോറ്റതായിട്ട് കൂട്ടാം. പിന്നെ കുറച്ചുകൂടി പറ്റിയ പ്രശ്നം, കോൺഗ്രസ്സിൽ ഈ 100 സീറ്റ് കിട്ടും എന്നുള്ള ആത്മവിശ്വാസമുള്ള നേതാക്കൾ കുറെ കുറവായിരുന്നു. ഒരു 85-90 ഒക്കെ കിട്ടിയാൽ വളരെ സന്തോഷിച്ച് അപ്പോൾ ഉഴപ്പിയെടുത്തവരുണ്ട്. ഉഴപ്പിയെടുത്ത് ഈ എങ്ങനെയെങ്കിലും ഇലക്ഷൻ നടന്നു കിട്ടിയാൽ മതി എന്ന് മാത്രം വിചാരിച്ചവരുണ്ട്. അതുപോലെ സീറ്റ് വിഭജനം, ഇപ്പോൾ ചെങ്ങന്നൂർ സജി ചെറിയാൻ ജയിക്കുകയാണ്. സജി ചെറിയാൻ എം വി കുര്യാക്കോസ് സ്ഥാനാർത്ഥിയാണ് നടത്തുന്നത്. പക്ഷെ അയാൾ അവിടെ പോപ്പുലർ അല്ല. സജി ചെറിയാനെ കൊമ്പ് പിടിക്കാൻ പറ്റുന്ന ആളല്ല. അവിടെ അബിൻ വർക്ക് ഇട്ടിരുന്ന അബിൻ വർക്ക് അവിടെ ജയിച്ചേനെ, അല്ലെ ജിൻഡോ ജോണിനെ ഇട്ടിരുന്ന അവിടെ ജയിച്ചേനെ. ഈ സ്ഥലവും ജനം വോട്ട് ചെയ്തത് ജാതി മത കാല ഭേദമന്യേ പിണറായി വിജയനെതിരായിട്ടാണ് വോട്ട് ചെയ്തത്. ആ ട്രെൻഡ് നിലനിൽക്കുമായിരുന്നു. ഉറപ്പായിട്ട് അവിടെ സജി ചെറിയാൻ്റെ വ്യക്തിത്വത്തെ കവർ ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ വന്നിരുന്നെങ്കിൽ, ആ നാട്ടുകാരൻ വേണമെന്നൊന്നുമില്ല, ആരെങ്കിലും ഒരാൾ വന്നിട്ട് സജി ചെറിയാൻ തോറ്റുപോയി. പിന്നെ നമ്മൾ ഇവിടെ പ്രതാപൻ്റെ കാര്യം പറഞ്ഞു. ഈ സീറ്റൊക്കെ വേണമെങ്കിൽ കോൺഗ്രസ്സിന് ജയിക്കാൻ വരുന്ന സീറ്റാണ്. പിന്നെ ചില സീറ്റുകൾ ഘടകകക്ഷികൾ കൊടുത്തൊന്നുമല്ല, അതൊക്കെ കളഞ്ഞു. അതും പരിഗണിക്കപ്പെടേണ്ടതാണ്. ചില വളരെ നിസ്സാരമായ വോട്ടിന്, 1000 താഴെ വോട്ടിന്, അല്ലെ ഏറ്റവും കുറഞ്ഞ വോട്ടിന് ജയിച്ച കുറേ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുണ്ട്. ഇപ്പം ഐഷ പോറ്റിക്ക് കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് കോൺഗ്രസ്സുകാർ ശ്രമിച്ചിരുന്നെങ്കിൽ ഐഷ പോറ്റി അവിടെ ജയിച്ചു വരുമായിരുന്നു. എങ്ങനെയാണെങ്കിലും ജയിച്ചു വരുമായിരുന്നു. അതുപോലെ തന്നെ ജയന്തി രാജൻ, കൂത്തുപറമ്പ് ജയിച്ച് ജയന്തി രാജനും ഏത് സമയത്ത് ജയിച്ചു വരാമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള പെണ്ണിന് പകരം അവിടെ ഇവരുടെ കഴിവുകേട് കൊണ്ടാണ്, അല്ല ഇങ്ങനെ എന്തുകൊണ്ടാണ് സി പി എം ജയിച്ചത് എന്ന് പഠിക്കണം ആദ്യം. ഇത്രയും സീറ്റുകളിൽ ജയിക്കാൻ രവീന്ദ്രനാഥ് എങ്ങനെ ജയിച്ചു, അല്ലെ ആൻസലിന് എങ്ങനെ ജയിച്ചു, അവിടെ ഹരീന്ദ്രൻ എങ്ങനെ ജയിച്ചു, റിയാസ് ജയിച്ചിട്ട് കഥ പറയാതിരിക്കാനല്ല, അത് പറയാനും പോകണം. അത് പറഞ്ഞാൽ നാണക്കെട്ട് പിന്നെ ഉണ്ടാവും. അൻവറിന് എതിരായി കിട്ടി, അതന്നെ ഒരു ഭാഗ്യം. ഒരു നല്ല കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എന്ത് വരുമായിരുന്നുള്ള രണ്ടാമത്തെ കാര്യം. പിന്നെ പലയിടത്തും
ആരോപണങ്ങൾ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. ഇപ്പോൾ അത് തെറ്റാണോ ശരിയാണെന്ന് നമുക്കറിയില്ല. ആരോപണങ്ങൾ മാത്രം, വായുവിൽ നിൽക്കുന്ന കാര്യം. ഇപ്പം സജി ചെറിയാനെതിരായി ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. CPM-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിച്ച ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി സ്വാധീനിച്ച ഒരാളാണ് സജി ചെറിയാൻ. പക്ഷെ പകരം നമ്മൾ വേറെ അത്ഭുതം കാണുന്നത്, ഹരിപ്പാട് ഏറ്റവും ദുർബലനായ LDF സ്ഥാനാർത്ഥിയാണ് വരുന്നത്. ഹരിപ്പാട് വരുന്നത് അതിൻ്റെ അർത്ഥം എന്താ? ഒരു കൊടുക്കൽ വാങ്ങൽ, വോട്ടിന്റെ കൊടുക്കൽ വാങ്ങൽ അവിടെ പല അത് പണ്ടുകൊണ്ട് ഇപ്പോഴും നടന്നിരിക്കുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തലയുടെ വിജയത്തിന് സഹിച്ചതിനെ സഹായിച്ചെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടുത്തെ ഈ വോട്ട് കാണുമ്പോൾ ചുറ്റുവട്ടം മുഴുവൻ തൂക്കാണ്. പത്തനംതിട്ട മുഴുവൻ തൂത്തുവാരാണ്. തിരുവല്ലയുടെ ആലപ്പുഴയുടെ മറുഭാഗം മുഴുവൻ കോൺഗ്രസ് തൂത്തുവാരാണ്. ആ സമയത്ത് ചെങ്ങന്നൂർ സഹിച്ചെറിയാൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ തിരുവല്ല പോലും ജയിച്ചു. തിരുവല്ല BJP രണ്ടാമത് വന്നത്. എന്നിട്ട് പോലും ഇവിടെ സജിച്ചെറിയാൻ ജയിക്കുക, അതൊരു അത്ഭുതമാണ്. അപ്പോൾ അത് CPM-ന്റെ വിജയമല്ല, ചില കൊടുക്കൽ വാങ്ങലിൽ കിട്ടിയ ലാഭം മാത്രം. അപ്പോൾ വേറെ എവിടെയെങ്കിലും ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. CPM ആകെ ആശ്രയിച്ചിരുന്നത് പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഇതെല്ലാം മറികടക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ രണ്ടാമത് വിചാരിച്ചിരുന്നത് CPM-ന്റെ സംഘടനാ ബലത്തെക്കുറിച്ച് അവർക്ക് അസാമാന്യമായ അഹങ്കാരമായിരുന്നു. ചാനൽ ചർച്ചകളുടെ എക്സ്പേർട്ടുകളുടെ വിദഗ്ധന്മാർ പോലും പറയുന്ന, പ്രധാനപ്പെട്ട വിദഗ്ധന്മാർ പോലും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറയും എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും പിണറായി വിജയൻ്റെ ലീഡർഷിപ്പും CPM-ന്റെ അപാരമായ സംഘടനാ ശക്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനെ മറികടക്കാമെന്നാണ് പറയും. പക്ഷെ ഫലത്തിൽ CPM-ന്റെ സംഘടനാ ശക്തി എന്ന് പറയുന്നത് ഏറ്റവും ദുർബലമാണ്. അത് നമ്മളൊരു മിത്താണ് എന്ന് ഈസിയായിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റും. ഒന്ന്, കോളേജ് +2 തൊട്ട് മുകളിലേക്കുള്ള കോളേജുകളിലെല്ലാം കഴിഞ്ഞ 10 വർഷമായിട്ട് ആധിപത്യം പുലർത്താം. ഒരു 80% സീറ്റും ജയിക്കുന്ന CPM-ഉം അല്ലെ CPM-ന്റെ SFI ആണ് ജയിക്കുന്നത്. അപ്പോൾ ഈ പുതിയതായി ചേർന്ന വോട്ടർമാർ മുഴുവൻ ആർക്കായിരിക്കണം വോട്ട് ചെയ്യേണ്ടത്? സംഘടനാ ബലം ശരിയാണ്, ആർക്ക് ചെയ്യണം? ഈ SFI-യുടെ പ്രവർത്തകർ മുഴുവൻ ഇവർക്ക് ചെയ്യണ്ടേ? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ CPM ഒറ്റയ്ക്ക് ജയിക്കുന്ന വോട്ട് അവർക്ക് കിട്ടും. ഈ പുതുതായി ചേർന്ന ചെറുപ്പക്കാരല്ല ഏതെങ്കിലും കോളേജിലോ സ്കൂളിലോ പഠിച്ചവരാണ്. അവർക്കെല്ലാം ഇൻക്വിലാബ് സിന്ദാബാദും ചെകുവേര സിന്ദാബാദും മുദ്രാവാക്യം വിളിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. ഇവരെന്തുകൊണ്ട് വോട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വോട്ട് ചെയ്യുന്നില്ല? അതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. സംഘടനാ ബലം എന്ന് പറഞ്ഞാൽ ഏത് പരിസ്ഥിതിയിലും പാർട്ടിയുടെ ഒപ്പം നിൽക്കണം. അപ്പോൾ അങ്ങനെ ഒരു സംഘടനാ ബലം ഉണ്ടോ? ഇല്ല. ഇപ്പോൾ ഉദാഹരണം, ഇനി രണ്ടാമത്, നമ്മൾ കേരളത്തിലെ ഏത് നിയമമണ്ഡലം രണ്ട് കാര്യങ്ങൾ ഇത് പറയേണ്ടതാണ്. ഒന്ന്, സംഘടനാ പ്രവർത്തനത്തിന് ഒരു നിയോജകമുണ്ട്, ഒരു വാർഡിൽ കോൺഗ്രസിൻ്റെ ചിലവ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ ചിലവാക്കുന്ന സമയം, ഇലക്ഷൻ വർക്കിന് വേണ്ടി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നിയോജകമണ്ഡലം പ്രസിഡന്റോ പഞ്ചായത്ത് പ്രസിഡന്റോ ചിലവാക്കുന്ന സമയം എടുക്കുക, ഒരു ദിവസം 1 മണിക്കൂർ പോലും കാണില്ല. ഭവന സന്ദർശനം, ഒരു വീട്ടിൽ ഒരു പ്രാവശ്യം ചെന്നാൽ ഭാഗ്യം കോൺഗ്രസ് പ്രവർത്തകർ. അതേസമയം ഇപ്പം നമ്മൾ ഈ സമയം എടുക്കുമ്പോൾ 11:30 സമയം, ഇപ്പോൾ ഒരു മാസം മുമ്പ് നോക്കിയാൽ ഈ 11:30 സമയത്ത് CPM-ൻ്റേതായ ഒരു 1000 യോഗങ്ങളെങ്കിലും, CPM-ൻ്റെ NGO യൂണിയൻ്റെ, SFI-യുടെ, DYFI-യുടെ, കർഷക തൊഴിലാളി യൂണിയൻ്റെ അങ്ങനെ കിടക്കുകയാണ്. 1000 യോഗങ്ങളെങ്കിലും കേരളത്തിൽ നടക്കും ഈ 11:30-ക്ക്. ഈ സമയത്ത് കോൺഗ്രസിൻ്റെ ഒരു 100 യോഗം പോലും കാണില്ല. അപ്പം അത്രയും പ്രചരണം കുറച്ച് ജനങ്ങളെ ശല്യപ്പെടുത്താതെ കാര്യങ്ങൾ അത്യാവശ്യമല്ല പത്രസമ്മേളനത്തിൽ കൂടെ പറഞ്ഞ് മാത്രം പ്രവർത്തനം നടത്തിയ കോൺഗ്രസിൻ്റെതായി നേട്ടം. ഒരു വോട്ടിന് വേണ്ടി ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മെനക്കെട്ടിരിക്കുന്നത് 12 മണിക്കൂറാണെങ്കിൽ CPM പ്രവർത്തകൻ മെനക്കെട്ടിരിക്കുന്നത് 36 മണിക്കൂറെങ്കിലും 3 ദിവസമെങ്കിലും മെനക്കെട്ട് ഒരു വോട്ടിന് വേണ്ടി. വോട്ടിൻ്റെ എണ്ണം വെച്ച് കമ്പയർ ചെയ്താൽ മതി. ഇവരുടെ അധ്വാനവും അല്ലെ എഫേർട്ടും ഒരു കാര്യങ്ങൾ പറഞ്ഞു. അതാണ്, അതായത് കുറച്ചുകൂടി ഒരു അധ്വാനിച്ചിരുന്നെങ്കിൽ ഇതിലും 140 സീറ്റും തോക്കും. ഏത് സീറ്റാണ് CPM ജയിക്കണം ഉറപ്പുള്ളതാണ്. അല്ല, ഇപ്പോൾ സജി ചെറിയാന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിന് ജയിക്കാമായിരുന്ന ഒരു സ്ഥലമായിരുന്നു. പിണറായി വിജയനെ തോൽപ്പിച്ചുകൊണ്ട് ചരിത്രം കുറിക്കായിരുന്നു. ആ മനുഷ്യൻ തന്നെ, അതായത് എതിർ സ്ഥാനാർത്ഥി തന്നെ പറയേണ്ട അവസ്ഥ വന്നു. എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ കാല് പിടിച്ചു, നേതാക്കന്മാർ ആരും പ്രചരണത്തിന് വന്നില്ല, ഇവൻ ഷാഫി പറമ്പിൽ പോലും ചെന്നില്ല. അവർ വന്നിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ലേ അവസ്ഥ? അല്ല, അതാ ഞാൻ ആദ്യം പറഞ്ഞത്. ഈ CPM-നെ ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം, പാർട്ടി കോട്ടകളിൽ എന്ത് വന്നാലും നഷ്ടപ്പെടുന്ന ആത്മവിശ്വാസം കോൺഗ്രസിന് അവിടെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊരു തോന്നലും ഉണ്ടായിരുന്നു പലയിടത്തും. രണ്ടും കൂടെ കമ്പയർ ചെയ്യണം. കോൺഗ്രസിന് ധർമ്മടത്ത് പിണറായി വിജയനെ തോൽപ്പിക്കാൻ പറ്റില്ല. അവിടെയുള്ളവരെ കൺസീഡ് ചെയ്യാണ് തോൽവി. അങ്ങനെ ചെയ്യുന്നിടത്ത് മുറയിലുണ്ടാകാൻ സതീശൻ്റെയും 110 കൊണ്ട് നടക്കുന്നു. സതീശൻ്റെ 102, നമ്മൾ 110 പറഞ്ഞവരാണ്. നമ്മൾ 110 + 110 പറഞ്ഞത്. അത് ഇപ്പോഴും 110 നമുക്ക് ഉറച്ചു നിൽക്കാം. കാരണം ചില സീറ്റുകൾ നഷ്ടപ്പെട്ടത്, ഇപ്പോൾ പ്രതാപൻ്റെയും ഐഷാപ്പുരിയുടെ ഒക്കെ സീറ്റ് നഷ്ടപ്പെടുന്നത്, ജയന്തിരായൻ്റെ സീറ്റ് നഷ്ടപ്പെടുന്നതൊക്കെ
യാദൃച്ഛികമായി നഷ്ടപ്പെടുന്ന, ദൗർഭാഗ്യം കൊണ്ട് നഷ്ടപ്പെടുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന 110 എത്തിയത്. അതിന് പകരം CPM ഇപ്പോഴും ചെയ്യുന്നത് പിണറായി വിജയന്റെ ഭരണകൂട വിരുദ്ധ വികാരമില്ല. സത്യം, പക്ഷേ PBയുടെ ആ ഒരു കാര്യം കേന്ദ്ര കമ്മിറ്റി ഇന്ന് തള്ളിയിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയണമെങ്കിൽ ഒരു കാര്യം കൂടെ ആലോചിച്ചു. കോൺഗ്രസിന് അവിടെ നേരം അതേ അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. 10 വർഷമായിട്ട് കോൺഗ്രസ് ഭരണത്തിലില്ല. അതെ, ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? അതെ. 10 വർഷമായിട്ട് ഭരണത്തിലില്ലാത്ത കോൺഗ്രസിനെതിരായിട്ട് ഭരണവിരുദ്ധം ഉണ്ടാകുകയില്ല. അതിനെ മറികടക്കാൻ പറ്റിയില്ല CPM-ന്. അധികാരത്തിലിരുന്നാൽ പറയായിരുന്നു ഞങ്ങൾക്ക് ആശുപത്രിന് മരുന്നില്ല, പേപ്പട്ടി അടിച്ചപ്പോൾ മരുന്നില്ലായിരുന്നു, ഇതെല്ലാം നമുക്ക് പറയാം. പക്ഷെ അത് പറയുകയാണെങ്കിൽ 10 വർഷം ഇരുന്നവർ ഇവരാ, CPM-ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജനങ്ങളുടെ അതൃപ്തി എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരമായി മാറ്റി. അവിടെയാണ് CPM പഠിക്കേണ്ട ഘട്ടം. എന്തുകൊണ്ട് തോറ്റു? ഇപ്പോൾ ആശുപത്രിയിൽ ഒരു മരുന്നില്ലാത്തതുകൊണ്ട് രോഗി മരിച്ചതല്ല സംഭവം. ആ വിവരം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പത്രക്കാർ ചോദിക്കുമ്പം ആരോഗ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പോലീസ് മന്ത്രിയുടെയൊക്കെ മറുപടിയാണ് ധിക്കാരം നിറഞ്ഞ മറുപടി. അതെ, തല ചേർത്തിട്ട് പറയാൻ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു പിണറായി വിജയൻ്റെ കീഴിൽ വർക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് CPM-ൻ്റെ തോൽവിയുടെ ഒന്നാമത്തെ കാരണം എന്ന് സമ്മതിക്കാൻ CPM-ന് പറ്റുന്നില്ലെങ്കിൽ അതിൽ കൂടുതൽ പറയാനില്ല. അപ്പം എന്തുകൊണ്ട് 140 സീറ്റും കോൺഗ്രസിന് കിട്ടിയില്ല എന്ന് ആലോചിക്കണം. ഏത് സീറ്റാണ് കോൺഗ്രസിന് കിട്ടുകയില്ലായിരുന്നത്? ഏത് സീറ്റും കിട്ടുമായിരുന്നു. ആ അവസ്ഥ ഈ 35 സീറ്റ് കിട്ടിയത് ഭാഗ്യം എന്ന് ഏതെങ്കിലും ദൈവവിശ്വാസമുണ്ട് പിണറായിക്ക്. ആ ദൈവങ്ങളെ വിശ്വാസമുണ്ട്. 35 സീറ്റ് കിട്ടി, ഞങ്ങളെ ഇത്രയെങ്കിലും നിയമസഭയിൽ ചെന്ന് ഇരിക്കാൻ 10 പേരെങ്കിലും ഉണ്ടായത് നന്ദി എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പിണറായി വിജയൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്.